ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും റവയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ, സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ ഒരു 150 ഗ്രാം ഉണ്ടാവും ക്യാരറ്റാണ് എടുത്തത്. 2 ക്യാരറ്റ്, 1 കപ്പ് റവയാണ്. അതൊന്ന് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കുന്നു. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഈ മിക്സിയിലിടാം. അതിന് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തത്. ഞാൻ നേരത്തെ അടിച്ചു വെച്ച ആ റവയുണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നു. ഇനി ഇത് നല്ലോണം സ്മൂത്തായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കുന്നു. ഉണ്ടോ, ഇതേപോലെ കഷ്ണങ്ങൾ ഒരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, കടിക്കാൻ നല്ല സുഖമുണ്ടോ. ഇത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു, ഒരു 5 മിനിറ്റ്. ഇനി ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടി ഞാൻ ചേർക്കുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ് പൊടിച്ചത് ചേർക്കുന്നു. അതും കൂടി യോജിപ്പിച്ചെടുക്കുന്നു. ഇനി ഇതിലേക്ക് ലേശം ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണാണ്. ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പിടുന്നുണ്ട്. ഇത് മുട്ടയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പം തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ആദ്യത്തേനെക്കാട്ടും നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്നത് ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഇതാണ് എടുത്തത്, ഈ പാനാണ് എടുത്തത്. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നു. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കും. ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ, അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ചിലയ്ക്ക് എന്താ പറയുക, കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇടാം കേട്ടോ. ഓക്കെ, ഞാനിത് എൻ്റെ കയ്യിൽ ഒരു പഴയ ചീനച്ചട്ടിയാണ്. അത് ഞാൻ ഗ്യാസുമേൽ ഉപ്പിട്ട് വെച്ചതാണ്. ഞാൻ ഇത് അടുപ്പത്ത് വെക്കുന്നു.
ഇതിൻ്റെ ദോര ഒന്ന് അടിച്ചു കൊടുക്കും. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം, തുറന്ന് നോക്കാം. അപ്പോൾ അത് നമ്മളെ റവയും ക്യാരറ്റും കൊണ്ടുള്ള സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഒരു 35 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ ഇത് റെഡി ആയി കിട്ടാൻ. അരികൊക്കെ ഇത് വിട്ട് കെടുക്കുകയാണ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ അതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്, കണ്ടോ. അപ്പം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ.